ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പി ആമയൂരിലെ പാറമടയിൽ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാത്തതിൽ വീണ്ടും ജനകീയ പ്രതിഷേധം. വയനാട് കള്ളാടിയിലെ ദുരന്തത്തിന് ശേഷം സമാന ദുരന്തം ഉണ്ടാകുമോ എന്ന ആശങ്കയും ഭീതിയിലുമാണ് പ്രദേശത്തെ 60-ലേറെ കുടുംബങ്ങൾ. ഇരുമ്പത്തടം പ്രദേശത്ത് കുന്നിനു മുകളിൽ പ്രവർത്തിക്കുന്ന കോറിയും ഇവിടെ കൂട്ടിയിട്ട ടൺ കണക്കിന് മൺകൂനയുമാണ് ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്. വയനാട് കള്ളാടിയിലുണ്ടായ ദുരന്തത്തിന് ശേഷം മഴ പെയ്താൽ ഇവരുടെ ഉള്ളിൽ മരണഭീതിയാണ്. സംഭവം വാർത്തയായതിനു പുറകെ റവന്യൂ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മണ്ണ് നീക്കം ചെയ്യാതെ നിരത്തി കയർവസ്ത്രം വിരിക്കാനാണ് ക്വാറി ഉടമകളുടെ തീരുമാനം. ഇതിനെ എതിർത്താണ് നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധിച്ചത്. ഇങ്ങോട്ട് അവർ ആ മണ്ണവിടെ കൂട്ടിയിട്ട് അവിടെ കടന്നിട്ട് നിങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് അത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ജനങ്ങളെ ജിയോളജി വകുപ്പ് വന്നിട്ട് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ആ മണ്ണ് അവിടെ കൂട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളത് അവർ ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾ മണ്ണിട്ടോളി, കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ അവരെ വരുത്തി അല്ല ആ മണ്ണവിടുന്ന് മാറ്റണം. ആ മണ്ണവിടുന്ന് നിങ്ങൾ ആ പണി പറഞ്ഞ് നടക്കണ്ടേ. കോറിയിൽ നിന്നുള്ള മണ്ണിടാൻ ജിയോളജി വകുപ്പ് നിർദ്ദേശിച്ച സ്ഥലത്താണ് മണ്ണിട്ടതെന്നാണ് കോറി ഉടമകളുടെ വിശദീകരണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിച്ച് അവർ പറയുന്നതനുസരിച്ച് നമുക്ക് വേറെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് ഒന്നും ഇനി ഞാൻ പറയട്ടെ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, ഞങ്ങള് ജനങ്ങളുടെ അഭിപ്രായം പറയുന്നു. നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് തന്നിട്ടുണ്ടല്ലോ, മണ്ണ് മാറ്റാനല്ലേ തന്നിട്ടുള്ളത്? അതന്നെ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്ന ജനങ്ങൾ, ഈ നാട്ടിലുള്ളവർ പറയുന്നു ഞങ്ങൾക്ക് സമ്മതമല്ല, ഞങ്ങൾക്ക് ആ മണ്ണ് അവിടുന്ന് മാറ്റണം. ഞങ്ങൾക്ക് ഭീതിയാണ്, ഞങ്ങൾക്ക് ആ മണ്ണ് അവിടുന്ന് മാറ്റണം. അല്ലാതെ നിങ്ങൾ ഏത് സൊല്യൂഷൻ പറയായാലും, ബെഞ്ചടിക്കല്ല, നെറ്റ് കെട്ടല്ല, എന്ത് ചെയ്യായാലും ജിയോളജി വകുപ്പ് വരട്ടെ, വന്നിട്ട് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കും എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് സമ്മതമാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് സമ്മതമല്ല. അല്ലാതെ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജയശങ്കർ കൊട്ടാരത്തിൽ എന്നിവർ കോറി ഉടമയുമായി ചർച്ച നടത്തി. ജിയോളജി വകുപ്പ് നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് നടപടിയെടുക്കാമെന്ന തീരുമാനത്തിലാണ് പ്രതിഷേധം അവസാനിച്ചത്. എന്നാൽ നിലവിൽ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യുക അല്ലാതെ മറ്റൊന്നും സ്വീകാര്യമല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല പറഞ്ഞു. ജനങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിന് ഞങ്ങൾ അതിനോട്ട് സമ്മതിക്കൂല. അവിടെയുള്ള പരിസരവാസികൾക്ക് അത് സമ്മതിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് പിന്നീട് എന്തെല്ലാം ദോഷം ഉണ്ടാവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും കോറിയുടെ മുതലാളിമാര് ഇപ്പൊ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അവര് എന്തായാലും ഇതിനൊരു തീരുമാനമായിട്ടില്ല. നാളെ ജിയോളജി വകുപ്പിന്ന് ഉദ്യോഗസ്ഥർ വന്ന് അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഒരു തീരുമാനം എത്തുള്ളൂ. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടുള്ളത്. പണി നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെ മണ്ണ് നിരത്തുന്ന പണി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും പ്രദേശവാസികൾക്ക് ഇപ്പോഴും ആശങ്ക മാറിയിട്ടില്ല. കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശങ്കർ കൊട്ടാരത്തിൽ മുന്നറിയിപ്പ് നൽകി. ഈ മണ്ണ് നിങ്ങളെല്ലാവരും വിഷ്വൽ എടുത്തിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് താഴെ നിരവധിയായ കുടുംബങ്ങൾ, നമ്മളെല്ലാവരും പണ്ട് ചെറുപ്പം തൊട്ടേ നമ്മളെല്ലാം കളിച്ചു വളർന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്. കൊച്ചുമക്കളും വലിയവരൊക്കെ ആയിട്ടുള്ള അങ്ങനെ കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളാണ്. അതിനൊരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇത്രയും വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുമായിട്ട് വന്നിട്ടുള്ളത്. നിലവിൽ ഇവിടെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളുമായിട്ടാണ് വകുപ്പ് തല ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും. ടൺ കണക്കിന് മണ്ണാണ് ഇവിടെ കൂനയായി ഉയർന്നു നിൽക്കുന്നത്. ഇത് താഴേക്ക് പതിക്കാതിരിക്കാൻ പടുക്കൂറ്റൻ കല്ലും ഇവിടെ വെച്ചിട്ടുണ്ട്. 60-ലേറെ വീടുകൾ കോറിക്ക് താഴെയുണ്ട്. മഴ ശക്തമായതോടെ മൺകൂനയിൽ നിന്ന് മണ്ണും ചെളിവെള്ളവും വീടുകളിലേക്ക് എത്തിയതോടെയാണ് ആശങ്ക ഉയർന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.